നെന്മാറയിലെ അതിക്രൂര കൊലപാതകത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് മിഡ് ഡേ ന്യൂസ് കടക്കുന്നത്. ഈ നിമിഷം സച്ചിൻ വള്ളിക്കാട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, ഇപ്പോൾ നെന്മാറ MLA ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നെല്ലിയാമ്പതി വനമേഖലയിലേക്ക് ഈ പ്രതി ചെന്താമര ഒരുപക്ഷെ മറഞ്ഞിരിക്കാം എന്നുള്ള സൂചനകളാണ്. പോലീസിനൊപ്പം തന്നെ നാട്ടുകാരും സമഗ്രമായി തെരച്ചിലിൽ പ്രതിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു നിരന്തര സംശയരോഗിയായിട്ടുള്ള ഒരു വ്യക്തി അടുത്തടുത്ത വർഷങ്ങളിൽ നടത്തിയ കൊലപാതകങ്ങൾ എന്ന് വേണം ഈ ദാരുണ സംഭവത്തെ മനസ്സിലാക്കാൻ. തീർച്ചയായും കാവ്യ, വലിയൊരു ദാരുണമായ സംഭവമാണ്. ഇപ്പോൾ കൊലക്കേസ് പ്രതി വീണ്ടും കൊലപാതകം നടത്തിയിരിക്കുകയാണ്. ഇരട്ട കൊലപാതകമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പാലക്കാട് പോത്തുണ്ടി സ്വദേശികളായ അമ്മയും മകനെയുമാണ് ഇപ്പോൾ ചെന്താമര എന്ന് പറയുന്ന കൊലക്കേസ് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. 2019 സുധാകരൻ്റെ ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യയെ കൊല ചെയ്ത കേസിൽ 5 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. ഈ ഒരു മാസമായിട്ടേ ഉള്ളൂ പരോളിൽ ഇറങ്ങിയിട്ട്. ഈ പരോളിൽ ഇറങ്ങിയ സമയത്താണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇപ്പോൾ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ചെന്താമര. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. MLA പറഞ്ഞതുപോലെ തന്നെ നെല്ലിയാമ്പതി വനത്തോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഈ പോത്തുണ്ടി. അതിനാൽ തന്നെ പ്രതി കാട് കയറി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നാട്ടുകാരുടെയും അതേപോലെ തന്നെ ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു വീട്ടിന് മുന്നിൽ വെച്ച് ലക്ഷ്മിയെയും മകൻ സുധാകരനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സച്ചിൻ, ലക്ഷ്മിയാണോ അമ്മ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണോ മരിച്ചത്? സച്ചിൻ, ലക്ഷ്മി എന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള പേര്. അപ്പോൾ സുധാകരൻ്റെ അമ്മയാണ് ലക്ഷ്മി. നിലവിൽ മീനാക്ഷിയല്ല. നിലവിൽ പ്രതിക്കായുള്ള അന്വേഷണം ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ 10 മണിയോടുകൂടെ നടന്ന കൊലപാതകം ഈ മൃതദേഹങ്ങൾ 2 പേരുടെയും മൃതദേഹങ്ങൾ നെന്മാറ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഊർജിതമായ അന്വേഷണം. പ്രതി പരോളിലിറങ്ങിയ പ്രതിയാണ്. അതിനാൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പരോൾ അനുവദിച്ചതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കും. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് വനമേഖലകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. 2019 ഈ അയൽവീട്ടുകാർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം, അതായത് സുധാകരൻ MLA പറഞ്ഞതുപോലെ തന്നെ ഒരു സംശയ രോഗിയാണ്. അതിനാൽ തന്നെ സുധാകരൻ്റെ ഭാര്യയും കുട്ടികളും പിണങ്ങിപ്പോയിട്ടുണ്ട്. അതിന് കാരണം ഈ അയൽവീട്ടുകാരായ സുധാകരനും കുടുംബവുമാണ് എന്ന് അന്ന് മുതൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് സുധാകരൻ്റെ ഭാര്യ സജിതയെ 2019 വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുധാകരനെയും അമ്മയെയും ഇപ്പോൾ പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിക്കായുള്ള അന്വേഷണം എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. കാവ്യ, അതായത് ഈ ചെന്താമരയാണോ ഈ മാനസിക അല്ലെങ്കിൽ സംശയ രോഗിയാണ് എന്ന് ഈ നാട്ടുകാർ നിരന്തരമായി പറയുന്ന പ്രശ്നക്കാരൻ ഇപ്പോൾ സച്ചിൻ പറഞ്ഞതിലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്? തീർച്ചയായും ചെന്താമരയാണ്. ചെന്താമരക്ക് മാനസികമായും ഈ ക്രിമിനൽ പശ്ചാത്തലവും അതേപോലെ തന്നെ സംശയ രോഗമടക്കമുള്ള ആളാണ് എന്നാണ് MLA അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിൽ നിന്നും ലഭിച്ച വിവരം ഈ ഇദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ ഒരു മാസക്കാലമായി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് എന്നതാണ് ഇപ്പോൾ MLA നമ്മളോട് സൂചിപ്പിച്ച കാര്യം. ഈ ഒരു മാസക്കാലവും ഇവരുടെ അയൽക്കാരാണ് ഈ 2 കുടുംബങ്ങളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അയൽ വീട്ടിൽ തന്നെ ആയിരുന്നോ താമസം? ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കൊപ്പം ആയിരുന്നു? അത്തരമുള്ള വിവരങ്ങളൊക്കെയും ലഭിക്കുന്നുണ്ടോ സച്ചിൻ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. തൊട്ടടുത്ത വീട്ടുകാരാണ് ഈ കൊല്ലപ്പെട്ട സുധാകരനും അതേപോലെ തന്നെ കൊല ചെയ്ത ചെന്താമരനും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ട്. തുടക്കം മുതൽ തന്നെ അയൽ വീട്ടുകാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. 2019 ഈ തർക്കത്തെ തുടർന്നാണ് ചെന്താമര സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. സജിത, 38 വയസ്സുള്ള സജിതയാണ് അന്ന് കൊലപ്പെടുത്തിയത്. ചെന്താമരക്ക് ആ കൊലപാതക കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ഒരു മാസമായി പരോൾ ലഭിച്ചിട്ട് ഈ പരോൾ ലഭിച്ച സമയത്താണ് ഇപ്പോൾ
സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് വളരെ നാടിനെ നടുക്കിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. കാരണം ഇരട്ട കൊലപാതകമാണ് ഇപ്പോൾ കൊലക്കേസ് പ്രതി നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. അതിനാൽ തന്നെ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റ് നടപടികൾ, അതായത് മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് ഇനി കടക്കും. അതിനു മുൻപായി ആദ്യഘട്ടത്തിൽ ഫോറൻസിക് സംഘത്തിൻ്റെ അടക്ക പരിശോധനകൾ ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തി പോലീസിൻ്റെയും ഫോറൻസിക് സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കാവ്യ, ഇപ്പോൾ ഈ നെന്മാറ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി അടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി. ഈ പോലീസിൽ നിന്ന് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് സച്ചിൻ? പോലീസ് നിലവിൽ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വനമേഖലകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. കാരണം ഈ പ്രദേശം പോത്തുണ്ടി എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള പ്രദേശമാണ്. അതിനാൽ തന്നെ പ്രതി കാട് കയറാനുള്ള ഒരു സാധ്യത നേരത്തെ MLAയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ പ്രതി കാടുകൾ കേന്ദ്രീകരിച്ച് വനപാതകളൊക്കെ അറിയുന്ന നാട്ടുകാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. നിലവിൽ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നെന്മാറ സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാവ്യ, ഇവരെക്കുറിച്ച് ഇപ്പോൾ നാട്ടുകാർ പറയുന്ന വിവരങ്ങളൊക്കെയാണ് MLA നമ്മളോട് പങ്കുവച്ചത്. ഇപ്പോൾ ഇത്രയും ദീർഘവർഷമായി മനസ്സിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൊണ്ടു നടന്ന ഒരു വൈരാഗ്യമാണ് ദാരുണമായ ഈ ഒരു കൃത്യത്തിലേക്ക് ഇയാളെ നയിച്ചതെന്ന് പറയുന്നു. ദീർഘവർഷങ്ങളായി ഇവർ അയൽവാസികളായ 2 കുടുംബങ്ങളാണ്. ഈ വ്യക്തി വൈരാഗ്യത്തിന് കൃത്യമായൊരു കാരണം അത് ഏതെങ്കിലും നിലയിൽ പോലീസോ അല്ലെങ്കിൽ ഈ നാട്ടുകാരോ ഒക്കെയും പങ്കുവെക്കുന്നുണ്ടോ സച്ചിൻ? പ്രാഥമികമായി അറിയാൻ വേണ്ടി സാധിച്ചത് ചെന്താമര ഒരു സംശയ രോഗമുള്ള ആളാണ്. അതിനാൽ തന്നെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണക്കാർ ഈ വീട്ടുകാരാണ് എന്ന ഒരു സംശയമാണ് 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്താനുണ്ടായ കാരണമായി പറയുന്നത്. കാരണം ഈ സജിത കാരണമാണ് സുധാകരൻ്റെ ഭാര്യ പിണങ്ങിപ്പോയത് എന്നാണ് സുധാകരൻ അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ വൈരാഗ്യത്തിന് പുറത്താണ് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ വൈരാഗ്യം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് 5 വർഷമായി ജയിലിൽ കഴിയുന്നു. ഈ വൈരാഗ്യം ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ സുധാകരനെയും അമ്മയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അന്നും വെട്ടേറ്റാണ് സജിത മരിച്ചത്. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ അമ്മ മീനാക്ഷിയെയും അതേപോലെ തന്നെ അമ്മ ലക്ഷ്മിയെയും സുധാകരനെയും സമാനമായ രീതിയിൽ തന്നെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടെ വീടിന് മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് നൽകിയ പ്രാഥമിക വിവരം. നിലവിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. പരോളിലിറങ്ങിയ പ്രതിയായതുകൊണ്ട് കൃത്യമായ അന്വേഷണവും അതേപോലെ തന്നെ പോലീസുകാർക്ക് വല്ല വീഴ്ചയും പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി സച്ചിൻ, എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഈ ചെന്താമരയ്ക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് സച്ചിനിലേക്ക് എത്താം.